നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മരിച്ച ആളിന്റെ മൂത്ത സഹോദരൻ ഇപ്പോഴും അവിടെയുണ്ട്. അവരുടെയൊക്കെ അഭിപ്രായം എടുക്കാതെ സച്ചി സാറിന് വീണ്ടും ഒരു തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മരണാനന്തര കർമ്മങ്ങള് എത്ര ദിവസം കാണുമെന്ന ഏട്ടാ പറഞ്ഞിരിക്കുന്നത്? സഞ്ചയനം വരുന്ന വ്യാഴാഴ്ച. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 ദിവസം കൂടി ഉള്ള കല്യാണത്തിന്. അതാ പ്രശ്നം. സാധാരണ നിലയ്ക്ക് 12 ദിവസം കഴിഞ്ഞാൽ ഏത് ചടങ്ങ് നടത്താന്ന്. ഇനി ഇവരുടെ കുടുംബത്തിൽ മാത്രം പ്രത്യേക ചടങ്ങുണ്ടോന്ന് എനിക്കറിയില്ല. അല്ല, ചിലര് 41 കഴിയാതെ മംഗളകാര്യങ്ങളൊന്നും നടത്തില്ല സുശീലേ. ഇനി അതൊന്നും നോക്കാതെ സച്ചി സാർ കല്യാണം നടത്തിയാലും ബന്ധുക്കൾ പങ്കെടുക്കണമെന്നില്ല. അതാ പ്രശ്നം. അമ്മയോടനെ എത്തിയോ? നിങ്ങൾ അടക്കത്തിന് മുമ്പ് അവിടെ എത്തിയോ ഏട്ടാ? ഞങ്ങൾ അതിനു മുമ്പേ എത്തി. എല്ലാം കഴിഞ്ഞ് സച്ചി സാറിനോട് സംസാരിച്ചിട്ടാണ് മടങ്ങിയത്. അല്ല, കല്യാണം മാറ്റിയേക്കേണ്ടി വരുമോ? അറിയില്ല. ഈ സമയത്ത് അതേക്കുറിച്ചൊന്നും ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അതൊന്നും വേണ്ട ഏട്ടാ. ഇനിയിപ്പോ അവരൊരു തീരുമാനം എടുത്ത് അറിയിക്കട്ടെ. നമ്മളിപ്പോ ആരെയും കല്യാണത്തിന് ക്ഷണിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇനിയിപ്പോ അവരുടെ ചടങ്ങുകളൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് കല്യാണത്തെക്കുറിച്ചൊക്കെ ആലോചിക്കാം. എന്താടാ, നീ ആദ്യം ഒരു കല്യാണം കഴിച്ചോണ്ടാണോ ഈ കല്യാണത്തിനോട് വലിയ താല്പര്യമില്ലാത്ത? ഒരു കല്യാണം എന്ന് പറഞ്ഞാലേ മരണാന്തര ചടങ്ങിനെക്കാട്ടും വലിയ ചടങ്ങാ. മരിച്ചവർ അതുവഴിക്ക് അങ്ങ് പോവും. കല്യാണം അങ്ങനെയല്ല, ജീവിതം അവിടെ ആരംഭിക്കുക ചെയ്യുന്നേ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മേ. മരണ വീട്ടിലെ ചടങ്ങ് കഴിയാതെ നമുക്ക് കല്യാണം നടത്താൻ പറ്റില്ലല്ലോ. അതെ, നിന്റെയൊക്കെ മനസ്സിലിരിപ്പോലെ തന്നെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മതി. കല്യാണം ആഘോഷപൂർവ്വം നടത്തുകയേ വേണ്ടെന്നായിരുന്നല്ലോ നിന്റെ ആഗ്രഹം. ഇപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചല്ലോ. ഇനി നിന്റെ കല്യാണം നിശ്ചയിച്ച തീയതി നടന്നാൽ തന്നെ അതൊരു തട്ടിക്കൂട്ട് കല്യാണം ആയിരിക്കത്തുള്ളൂ. എങ്ങനെങ്കിലും കല്യാണം നടക്കട്ടമ്മേ. നമുക്ക് വേണമെങ്കിൽ അതിനുശേഷം ഒരു അടിപൊളി പാർട്ടി വെക്കാം. അത് ശരിയാ. സച്ചി സാറിന്റെ കുടുംബത്തിലെ മരണം നമ്മളെ ബാധിക്കില്ലല്ലോ. അപ്പൊ നമുക്ക് ചെറിയ ആഘോഷമൊക്കെ ആവോ? ആയിക്കോ. പെങ്ങളും അളിയനും കൂടി അതിന്റെ ചൊല്ലും കൂടി അങ്ങ് നോക്കി നടത്തിയാൽ മതി. ഈ അമ്മ എന്താ ഏട്ടാ ഇങ്ങനെ? ഇതൊക്കെ എല്ലാവരുടെ അഭിപ്രായം നോക്കി തീരുമാനിക്കേണ്ട കാര്യമല്ലേ? ഇതിപ്പോ അമ്മയുടെ ഇഷ്ടത്തിനെല്ലാം നടക്കണമെന്ന് വാശി പിടിച്ചാൽ എങ്ങനെയാ? അമ്മയ്ക്ക് നിന്റെ കല്യാണം മുടങ്ങി പോകുന്നുള്ള ടെൻഷനാ സത്യ. അതല്ലാതെ വേറൊന്നുമില്ല.